ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമേ ചൈനയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ചൈനയിൽ നിന്ന് തുടങ്ങിയാലും വിഷയം തായ്ലാൻഡും കംബോഡിയയുമാണ്. തായ്ലാൻഡ് കംബോഡിയ വിഷയത്തിൽ തായ്ലാൻഡ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പല മേഖലകളിലും കംബോഡിയയുടെ പല മേഖലകളും തായ്ലാൻഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് തായ്ലാൻഡിന്റെ ഫ്ലാഗ് അവിടെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് തായ്ലാൻഡിന്റെ നാഷണൽ ആന്തം അവർ ആലപിച്ച് കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പം ഇതിൽ ചൈനയ്ക്കൊരു പരാജയം, അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ചൈനയുടെ ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ കംബോഡിയ വാങ്ങി ഉപയോഗിക്കുന്നത്. ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാൻ വാങ്ങിച്ച് ഉപയോഗിച്ചതും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ അടിച്ച് തറ പറ്റിച്ച് അതിനെ പൊളിച്ചടുക്കി കൈ കൊടുത്തതൊക്കെ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാലും ഇന്ത്യക്കുള്ളിൽ ചിലർക്കൊക്കെ അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ചൈനയുടെ ആയുധങ്ങൾ അതേപോലെ കംബോഡിയയിൽ പരാജയപ്പെടുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചൈനയ്ക്ക് വീണ്ടും ഒരു നാണക്കേട്. ചൈനയുടെ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് കംബോഡിയ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇത് ഒരു സർഫസ് ടു സർഫസ് മിസൈൽ ലോഞ്ചറാണ്. അപ്പം ഇത് ഇങ്ങനെ മിസൈൽ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുരിതര മിസൈലുകൾ ലോഞ്ച് ചെയ്യുകയാണ്. ഫുൾ കപ്പാസിറ്റിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ അങ്ങനെ തുരിതര മിസൈലുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു 4-5 മിസൈലുകൾ ലോഞ്ച് ചെയ്ത പാട് തന്നെ ഈ മിഷൻ തന്നെ, അതായത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ. അതിൽ ആ മിഷൻ തന്നെ പൊട്ടിത്തെറിച്ച് തകിടം മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അട്ടർ ഫെയിലിയർ. അതാണ് ഇപ്പം ചൈനയുടെ മൾട്ടി ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന്റെ ഒരു അവസ്ഥ. ഇത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ഗ്ലോബലി വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചൈനയുടെ എക്യുപ്മെന്റ്സിന്റെ ആധികാരികത, അതിന്റെ ഒരു ക്രെഡിബിലിറ്റി, അതിന്റെ ഒരു ലൈഫ് സ്പാൻ, ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ഇപ്പം വളരെ ഡീപ്പായിട്ട് തന്നെ ചർച്ച നടത്തുന്നുണ്ട്. അപ്പം ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന, വളരെ വൈറലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇമേജും കൂടിയാണ്. വളരെ വൈറലായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഇത് ഓപ്പറേഷൻ സിന്ദൂറിൽ അവരുടെ ആയുധങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിയപ്പോഴും അവരുടെ PL-15 എന്ന് പറഞ്ഞ എയർ ടു സർഫസ് എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ അത് ഇന്ത്യക്കുള്ളിൽ വീണ് പൊട്ടാതെ കിടക്കുകയും അത് ഇന്ത്യ എടുത്ത് ലാബിൽ വെച്ചിരിക്കുകയാണ്. അല്ലാതെ ചൈനയുടെ മിസൈൽ ഇന്ത്യക്കുള്ളിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചതൊന്നുമല്ലല്ലോ, നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ട് നമ്മൾ ഉറക്കെ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പം ചൈന സ്വയമേ തന്നെ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ശരിക്കും കംബോഡിയയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചൈനീസ് യുദ്ധോപകരണങ്ങൾ തായ്ലാൻഡിന് മുന്നിൽ വരെ പരാജയപ്പെടുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത്. പൊതുവിൽ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനീസ് ആയുധങ്ങൾ 4 ദിവസത്തെ ഇൻഡോ പാക് ഓപ്പറേഷൻ സിന്ദൂറിൽ മാത്രമല്ല കംബോഡിയയിൽ തായ്ലാൻഡിന്റെ മുന്നിലും കൂടി പരാജയപ്പെടുകയാണ് എന്നുള്ളൊരു വാർത്തയാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബംഗ്ലാദേശിൽ ഒരു കള്ളൻ തിരിച്ചു വന്നിട്ടുണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ കള്ളനെ കുറിച്ച് ഞാൻ ഏതാണ്ട് ഒരു 8-9 മാസങ്ങൾ, ഓൾമോസ്റ്റ് ഇയർ, ഒരു വർഷത്തിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ BNP പാർട്ടിയുടെ നേതാവായിട്ടുള്ള കാലിദാസിയയുടെ മകനാണ്, ഏറ്റവും ഇളയ മകനാണ് ഈ താരിഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ഈ വ്യക്തി 17 വർഷം ഒളിവിൽ താമസിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 17 വർഷം UK-യിലായിരുന്നു. UK-യിലും അമേരിക്കയിലൊക്കെ മാറിയൊക്കെ താമസിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലുള്ള കള്ളപ്പണം ഇടപാട് നടത്തുന്ന പരമാവധി പല ആൾക്കാരുടെയും ബിനാമി ഈ താരിഖാണ്. അവർക്കെല്ലാം പണം വെളുപ്പിച്ചു കൊടുക്കുന്നത് ഈ താരിഖ് അഹമ്മദാണ്. താരിഖ് അഹമ്മദിന്റെ മദർ കാലിദാസിയ ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തും, ഭരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമേ കാലിദാസിയയ്ക്ക് പദവിയിൽ തുടരാൻ സാധിച്ചുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഷെയ്ഖ് ഹസീനയുടെ കംപ്ലീറ്റ് കൺട്രോളിലായിരുന്നു. അപ്പം ഷെയ്ഖ് ഹസീന ഈ BNP പാർട്ടി ഭരണത്തിലിരുന്ന സമയത്ത് അവർ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്ത് അതിനെ കണ്ടെത്തി. അങ്ങനെയാണ് ഈ താരിഖ് അഹമ്മദ് നാട് വിട്ടതിന് ശേഷം ഇയാളുടെ പേരിൽ പല രീതിയിലുള്ള കേസുകളാണ് അവിടെ ഉണ്ടായത്. പ്രത്യേകിച്ചും പണമിടപാട് സംബന്ധിച്ച കാര്യത്തിൽ സുതാര്യതയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, പല അനധികൃത ഇടപാടുകളൊക്കെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാൾക്ക് ഓഫ്ഷോർ അക്കൗണ്ട് ഉണ്ട്, 2-3 ഓഫ്ഷോർ അക്കൗണ്ട് കമ്പനികളുണ്ട്. ആ ബിനാമി കമ്പനികൾ വഴിയാണ് കംപ്ലീറ്റ് ബംഗ്ലാദേശിന്റെ പണം മൊത്തം ഊറ്റിയെടുത്തുകൊണ്ട് പോയത് എന്നുള്ള നിലയിലുള്ള കേസ് ബംഗ്ലാദേശിന്റെ കോടതിയിൽ തന്നെ കേസ് നിലനിൽപ്പുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇയാളെ തന്നെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ലാണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് തിരികെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് BNP പാർട്ടി. നിലവിൽ താൽക്കാലികമായിട്ട് കസേരയിലിരിക്കുന്ന യൂനസ് ആയിക്കോട്ടെ, BNP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, BNP പാർട്ടിയിൽപ്പെട്ട നേതാക്കളായിക്കോട്ടെ, ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് മാറിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവിടെ ഒരു ഭരണസമിതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇൻ കേസ് ഇലക്ഷൻ വെച്ച് അതിൽ ഈ താരിഖിന് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുത്ത് അയാളെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യൂനസ് വിഭാഗത്തിന് ഇത് അത്ര താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷെ BNP പാർട്ടിയുടെ കണ്ടിന്യൂസ് പ്രഷർ ത്രൂ ജമാഅത്ത് ഇസ്ലാമി,
അപ്പോൾ അതുകൊണ്ട് യൂനസിനൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ജമാഅത്ത് ഇസ്ലാമി വളരെ ശക്തമായി നിലപാടെടുത്തിട്ടുണ്ട്. അതായത് ഈ BNP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ ഇതിന് മുമ്പ് അവരെ അനുകൂലിച്ചിരുന്ന കാലിദാസിയ BNP പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഡെമോക്രാറ്റിക് പാർട്ടിയാണല്ലോ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ആരും ഭീകരവാദികൾ എന്ന് പറയില്ല. ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടം വരുന്നത് പോലെ തന്നെ ആൾക്കാർ അംഗീകരിക്കും. അപ്പോൾ ആ മാതൃകയിൽ താരിഖിനെയും കൂടി കൊണ്ടുവന്ന് മത്സരിപ്പിക്കാം എന്നുള്ള തീരുമാനമാണ്. അപ്പോൾ അതിനെ തുടർന്ന് താരിഖ് എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങുന്നു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് തന്നെ വളരെ വലിയ നീണ്ട ക്യൂ ആണ് താരിഖിനെ കാണാൻ വേണ്ടിയിട്ട്. BNP പാർട്ടി അനുയായികൾ റോഡ് മൊത്തം തടിച്ചു കൂടി അങ്ങ് ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ബസ്സിൽ എയർപോർട്ടിൽ നിന്നും ഢാക്ക എയർപോർട്ടിൽ നിന്നും നേരെ ഒരു പൊതുവേദിയിൽ ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് അതിന് നേതൃത്വം കൊടുക്കാനാണ് പുള്ളിക്കാരൻ വന്നു. ആ ബസ് കടന്നു വരുന്ന വഴികളിൽ മൊത്തം ഈ BNP പാർട്ടിയുടെ ആരാധകരായിരുന്നു. അപ്പൊ അതിനെ പോലീസ് അടിച്ചോട്ടിക്കുന്നുണ്ട്. ഈ പോലീസിനെ ഏർപ്പാടാക്കിയത് യൂനസ് തന്നെയാണ്. സെക്യൂരിറ്റി റീസൺ എന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളെ മൊത്തത്തിൽ അടിച്ചു ഓട്ടിച്ചിട്ട് അയാളുടെ റാലി കോൺവായ് ആ ബസ്സിൽ, ഒരു ചുമന്ന കളർ ബസ്സിലാണ് അയാൾ വരുന്നത്. ഫ്രണ്ടിൽ തന്നെ അയാൾ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഈ കള്ളനെ കൊണ്ടുവന്ന് കള്ളൻ സ്റ്റേജിൽ നിന്ന് വൃത്തിയായിട്ട് സംസാരിച്ചിട്ട് ബംഗ്ലാദേശിന് ഊർജ്ജം പകർന്ന രീതിയിലുള്ള സംസാരങ്ങൾ, ഡയലോഗുകൾ. അതായത് 17 വർഷം ഈ ബംഗ്ലാദേശും വേണ്ട, ബംഗ്ലാദേശിന്റെ ജനങ്ങളും വേണ്ട, ആരും വേണ്ട എന്ന് പറഞ്ഞിട്ട് പണം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പൈസയൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയവനെ തിരികെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ അയാൾ സംസാരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോയി. അപ്പൊ അതിന്റെ കോലാഹലങ്ങളായിരുന്നു ഇന്നലെ ബംഗ്ലാദേശിൽ മൊത്തത്തിൽ. ഇവനാണെങ്കിൽ പെരും കള്ളനാണ്, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. പെരും കള്ളനെയാണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ തകൃതിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ജെറുസലേമിൽ, ഇൻഫാക്ട് ബെത്ലഹേമിലൊക്കെ നല്ല രീതിയിലുള്ള സെലിബ്രേഷൻ ആഫ്റ്റർ 3 years, 3 വർഷത്തിന് ശേഷം വളരെ ആഘോഷപൂർവ്വം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ക്രിസ്മസ് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു രീതിയിൽ മനസ്സിലാക്കാത്ത, മതത്തിന്റെ ആ ഒരു സൗകര്യത്തിൽ ജീവിക്കുന്ന കുറെ മതപണ്ഡിതന്മാരുണ്ട് പാകിസ്ഥാനിൽ. അതിലൊരുത്തന്റെ പേരാണ് ഫസ്ലുർ റഹ്മാൻ. ഈ ഫസ്ലുർ റഹ്മാൻ പാകിസ്ഥാനിൽ ഇതേപോലെ ഒരു മത തീവ്രവാദി എന്ന് തന്നെ പറയാം, അവരുടെ ഭാഷയിൽ നേതാവ്. पाकिस्तान को 78 साल से एक प्रो पाकिस्तान अफगानिस्तान चाहिए। जाहिर शाह से लेकर अशरफ गनी तक मुसलसल प्रो इंडियन अफगानिस्तान मौजूद है, प्रो पाकिस्तान अफगानिस्तान मौजूद नहीं है, सिवाय अमारत इस्लामिया के कि यही एक तबका है कि जिसको प्रो पाकिस्तान कहा जाता है। अगर वहां पर हुकूमत होगी तो अफगानिस्तान को एक प्रो पाकिस्तान अफगानिस्तान तस्वुर किया जाएगा। अपने दुश्मन के मराकज़ पर स्ट्राइक किया है और आप इसको एक जायज बयानिया कहते हैं, तो हिंदुस्तान आपसे कहता है कि मैंने बहावलपुर में हमला किया है, मैंने मुरीद में हमला किया है, मैंने कश्मीर में हमारे खिलाफ कार्रवाई करने वालों के मराकज़ पे हमले किए हैं, आप उस पर एतराज क्यों कर रहे हैं? ഫസ്ലുർ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാബൂളിനും, അതായത് അഫ്ഗാനിസ്ഥാനും, അതേപോലെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ഇന്ത്യക്കും, അതിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ബാവൽപൂരിൽ അവിടെ എന്താണുള്ളത്? അവിടെ ജയ്ഷിന്റെയും അതേപോലെ ലഷ്കറിന്റെയും ആസ്ഥാനങ്ങളാണ് ഈ ബാവൽപൂരിലുള്ളത്. പ്രത്യേകിച്ച് ജയ്ഷിന്റെ മതപഠന കേന്ദ്രങ്ങളാണ് ഈ ബാവൽപൂരിൽ. അപ്പൊ ഈ ബാവൽപൂരിലും മുരിഡ്കയിലും അവിടെയും കൃത്യമായിട്ട് അറ്റാക്ക് നടത്തിയ ഇന്ത്യക്കും നമ്മൾ മറുപടി കൊടുക്കണം, അതിനുള്ള നീതി നടപ്പാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീതി നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ. ഇപ്പം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഗതി അധോഗതിയാണ്. പാകിസ്ഥാനിലേക്ക് UAE പ്രസിഡന്റ് പോകുന്നുണ്ട്. അത് വേറൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലിബിയയിലേക്ക് പാകിസ്ഥാന്റെ ഡിഫൻസ് സപ്പോർട്ട് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് UAE പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കാനിരിക്കുകയാണ്. ഇന്നാണ് സന്ദർശിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തുന്നത്. UAE ആഫ്രിക്കൻ റീജിയനിൽ പല മേഖലകളിലും പല നിർണായക വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ലിബിയയുടെ ഗവൺമെന്റ് എന്ന് വിളിക്കുന്ന ട്രിപ്പോളി ഭാഗത്ത്, ആ ഒരു ഈസ്റ്റേൺ ലിബിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ ലിബിയയെ നമുക്ക് രണ്ടായിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈസ്റ്റേൺ ലിബിയ, പിന്നെ ഒന്ന് വെസ്റ്റേൺ ലിബിയ, ആ രീതിയിൽ കിടക്കുന്നതാണ്. അപ്പൊ ഈ ട്രിപ്പോളി ഭാഗമായിട്ട് ചേർന്ന് കിടക്കുന്നതാണ് ഈസ്റ്റേൺ ലിബിയ, ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്നത്. അപ്പം ആ ഭരണകൂടത്തിനെയാണ് ശരിക്കും UAE പ്രാഥമികമായിട്ട് 2014 മുതലേ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആഫ്റ്റർ ഗദ്ദാഫി അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് UAE ലിബിയയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് ലിബിയയിലുള്ള അസറ്റ് കൃത്യമായിട്ട് അവിടുത്തെ റിസോഴ്സസ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് UAE ഈ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുന്നത്. UAE അവിടെ മാത്രമല്ല, ആഫ്രിക്കൻ ഏരിയയിൽ വലിയ തോതിൽ UAEക്ക് മുതൽ മുടക്കുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് UAE പ്രസിഡന്റിന്റെ ഈ പാകിസ്ഥാൻ സന്ദർശനം. കംപ്ലീറ്റ്ലി ഡിപ്ലോമാറ്റിക് സന്ദർശനമാണ്. നാളെ പാകിസ്ഥാൻ UAE പ്രസിഡന്റ് അവിടെ ഇറങ്ങിയ ഉടനെ അതിനെ കൊട്ടി ആഘോഷിച്ച് വല്ലാത്ത രീതിയിൽ അതിനെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പാകിസ്ഥാൻ UAEയുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനികളുടെ വിസ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ച നടത്തിയേക്കാം, ഒരു റിക്വസ്റ്റ്, അഭ്യർത്ഥന വെച്ചേക്കാം എന്നുള്ള
ചില നിഗമനങ്ങളും ഉണ്ട്. അവരുടെ മീറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണരൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഒരു ഡിഫൻസ് സപ്പോർട്ട് വെറുതെയല്ല, $4 ബില്യൺ വർത്ത് വരുന്ന ഒരു ഡീലാണ്. അപ്പൊ $4 ബില്യൺ പാകിസ്ഥാന് കിട്ടും, ഉടനെ കിട്ടത്തില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഏത് രീതിയിലാണോ ഡിഫൻസ് കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഈ പേയ്മെന്റ് പാകിസ്ഥാന് കൊടുക്കുന്നത്. അതായത് ഒരുപക്ഷെ പാകിസ്ഥാന്റെ മിലിറ്ററിയെ ലിബിയക്കുള്ളിൽ ഉപയോഗിച്ചേക്കാം. ആ രീതിയിൽ വരെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും UAE-യുടെ പാകിസ്ഥാൻ സന്ദർശനം പൂർത്തിയാവട്ടെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ പൂർണ്ണ രൂപം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പാകിസ്ഥാനുള്ളിൽ നിന്നും പറയുന്ന ഈ ഫസ്ലുർ റഹ്മാന് അവന് സ്ഥലകാല ബോധമില്ലെന്നേ പറയാനുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ ഒരു കർഷകൻ, ഈ കർഷകൻ ടൊമാറ്റോ കർഷകനാണ്, തക്കാളി ഉൽപ്പാദിപ്പിക്കുന്ന ആള്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധം ഇപ്പം ശരിക്കും നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങോട്ടും തമ്മിൽ ഒരു രീതിയിലുള്ള കച്ചവടവും ഇല്ല, കച്ചവടങ്ങളൊക്കെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ തക്കാളി എടുത്ത് വെള്ളത്തിലേക്ക് എറിയുകയാണ്. കാരണം നശിച്ചു പോകും, ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, ഷോർട്ട് ലൈഫ് സ്പാൻ ഉള്ള ഒരു സാധനമാണ് തക്കാളി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കർഷകർ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഏതാണ്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് $4.5 ബില്യൺ വർത്ത് വരുന്ന കച്ചവടമാണ് ഉണ്ടായിരുന്നത്. ആ കച്ചവടമാണ് ഇപ്പം തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുമായിട്ട് മാത്രമുള്ള കച്ചവടത്തിൽ, അതായത് വെജിറ്റബിൾ മേഖലയിൽ നിന്ന് മാത്രം 50 മില്യന്റെ ലോസ്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാപാര ബന്ധം തടസ്സപ്പെട്ടത് കൊണ്ട് ഈ കാർഷിക വൃത്തിയിൽ മാത്രം 50 മില്യന്റെ നഷ്ടം പാകിസ്ഥാന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കണക്കുകൾ വരുന്നുണ്ട്. ഈ രംഗം മെൽബണിലാണ്, ഓസ്ട്രേലിയയിൽ കുറെ ഖാലിസ്ഥാനി ഭീകരന്മാര് ഇന്ത്യൻ ഫ്ലാഗിനെ, ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിൽ ഇന്ത്യക്കെതിരെ, ഇന്ത്യയോടുള്ള വെറുപ്പ് കാണിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ പ്രകടിപ്പിച്ച ആ ഒരു രംഗമാണിത്. അതാണ് ഇവിടെ വീഡിയോ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതിന്റെ വാർത്തയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് നിങ്ങൾ ജസ്റ്റ് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഈ പാകിസ്ഥാന്റെ അടുത്ത് ഒരു വാർത്ത കൂടി പറയേണ്ടത്, പാകിസ്ഥാന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്ത കൂടി പറയേണ്ടതുണ്ട്. ഈ PIA, പാകിസ്ഥാന്റെ എയർലൈൻസ് ബിഡിങ്ങിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ബ്ലൂബേർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റെടുക്കുന്നതും ഏറ്റെടുക്കാതിരിക്കുന്നതും നല്ലതാണ് ആ രീതിയിലാണ്. കാരണം അമ്മാതിരി നഷ്ടക്കച്ചവടമായിട്ട് മാറിയിരിക്കുകയാണ് ഇത്. അപ്പൊ ഈ ബ്ലൂബേർഡ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ പാകിസ്ഥാന്റെ ഉള്ളിൽ പോയിട്ട് ഇവർ കൊടുത്തിരുന്ന ആ ഒരു ഡേറ്റ അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്താൻ അവിടെ ചെന്ന സമയത്ത് അവിടെ കണ്ട രംഗങ്ങളാണ്. ഈ ഒരു ലേലത്തിൽ വെച്ചിരുന്നത് പോലെയുള്ള ആ ഒരു ഡോക്യുമെന്റ് ബേസ് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് പല സാധനങ്ങൾക്കും ഇനിയും ക്ലിയറൻസ് കിട്ടാനുണ്ട്. ക്ലിയറൻസ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ പലതും വർക്കിംഗ് കണ്ടീഷൻ അല്ല. അങ്ങനത്തെ പല സാധനങ്ങളും ഈ ഒരു ബിഡിങ്ങിന്റെ വാല്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഈ ബ്ലൂബേർഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ ഒരു ബിഡിങ് എടുത്ത കമ്പനിയും ഈ PIA എന്ന് പറഞ്ഞ ഒരു എയർലൈനെ ലേലത്തിൽ എടുത്ത കമ്പനിയും ഈ പാകിസ്ഥാന്റെ ഗവൺമെന്റ് തമ്മിൽ ചെറിയ രീതിയിലുള്ള തർക്കം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. കാരണം എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകിടം മറിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. അതിന്റെ വീഡിയോ ഫുട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഈ PIA ഇനിയിപ്പോ ഏത് കാലഘട്ടത്തിൽ ക്ലിയറൻസ് വാങ്ങിച്ച് ഈ ഒരു ഡീൽ ഉറപ്പിക്കുമെന്നുള്ളത് യാതൊരുവിധ ഉറപ്പുമില്ല. അതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ട് ഈ കമ്പനി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു നെഗോസിയേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ബിഡ് ചെയ്ത പ്രൈസിൽ നിന്നും കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡീല് ഒതുക്കാൻ പറ്റും. അപ്പൊ അവർ നെഗോസിയേഷന് വേണ്ടിയിട്ടാണ് ഈ ബ്ലൂബേർഡ് കമ്പനി ഇപ്പം ഈ രീതിയിലുള്ള ഒരു ടാക്ടിക്സ് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ലിബിയയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഈ UAE സപ്പോർട്ട് ചെയ്യുന്ന ലിബിയ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ലിബിയയാണ്. ആ ഈസ്റ്റേൺ ലിബിയയിലെ ഇപ്പൊ നിലവിലെ റൂളർ എന്ന് പറയുന്നത് ഖലീഫ ഹഫ്താർ ആണ്. ഈ ഖലീഫ ഹഫ്താറിന്റെ ലിബിയൻ നാഷണൽ ആർമി LNA, ആ ലിബിയൻ നാഷണൽ ആർമിയാണ് സെക്യൂരിറ്റി മൊത്തം നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്നത് ഈ ഈസ്റ്റേൺ ലിബിയ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും ഗദ്ദാഫി ഭരിച്ചുകൊണ്ടിരുന്ന സമയം തൊട്ടുള്ള ഒരു ലോങ് ഹിസ്റ്ററിയാണ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. കാരണം UAEക്ക് അവിടെ വളരെ നിർണായകമായിട്ട് റോളുണ്ട്. അമേരിക്ക ഇപ്പോൾ ഈ ഒരു ഖലീഫ ഹഫ്താറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ട്രംപും ഖലീഫ ഹഫ്താറും തമ്മിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവിടെയും റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെയും ഡീലാണ് ആദ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ്. അതായത് അമേരിക്കയുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീലിന് സമ്മതിക്കണം. അപ്പൊ ആ സാഹചര്യത്തിലാണ് UAE ഇപ്പൊ രംഗത്തിറങ്ങിയിരിക്കുന്നത്. UAE പാകിസ്ഥാനുമായിട്ടൊക്കെ ടൈപ്പ് വെച്ചുകൊണ്ട് UAEയുടെ തന്നെ മേസണറി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടീമുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശരിക്കും ഈ ഒരു ഖലീഫ ഹഫ്താറിന് ഒരു ബാക്കപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയെ പരമാവധി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ലിബിയയിൽ ഇത്രയും നാളും നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ്, UAE നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് സിൻസ് 2014, അപ്പം അത് മുതൽക്കേ, അപ്പം ആ ഒരു ടൈം മുതലേ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് UAEയുടേത്. അപ്പം UAEയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഖലീഫ ഹഫ്താർ ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ ആ ഒരു കടന്നുവരവിനെ
അതായത് ഒരു ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണ കരാർ എന്നാൽ ഓക്കെയാണ്. പക്ഷെ അതിനു മുന്നേ ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ, അതിലാണ് ഏറ്റവും കൂടുതൽ ട്രംപ് പിടിമുറുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് സ്വയമേ തന്നെ ലിബിയയെ, ഇപ്പൊ ട്രംപ് വരുന്നതിന് മുമ്പ് ലിബിയയുടെ അവസ്ഥ എന്തായിരുന്നു? അപ്പൊ അവിടെ ആരാണ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തിയത്? അപ്പൊ അതേ രീതിയിൽ പ്രൈവറ്റ് സെക്യൂരിറ്റിയെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത്. അപ്പൊ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് സോ മച്ച്.